2025 ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ടാവും, സ്കിൻ കെയർ പ്രോഡക്റ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാസ്ലിൻ്റെ ഈ ഒരു ഗ്ലൂട്ടാഹയ ഡൂയി റേഡിയൻറ്റ് സിറം ഇൻ ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, അടിപൊളിയാണ്. രണ്ടാമത്തേത് കാർമസിയുടെ ഈ ഒരു ബോഡി റോൾ ഓൺ ആണ്, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. പിന്നെ സെറ്റഫിലിൻ്റെ ഈ ഒരു ഫേസ് വാഷ്, ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. പിന്നെ ലിപ്പ്, നിങ്ങളുടെ ഡ്രൈ ലിപ്പൊക്കെ ആണെങ്കിൽ ഇത് അടിപൊളിയാണ്, സൂപ്പറാണ് വാസ്ലിൻ്റെത്. ഇനി ഇതുപോലെ തന്നെയുള്ളതാണ് വിഷ് കെയറിൻ്റെ ഈ ഒരു സെറമായിട്ടുള്ള ലിപ് ബാം, SPF ഒക്കെ ഉള്ളത്, അടിപൊളിയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ഡെർമാക്കോൻ്റെ ഈ ഒരു കോജിക് ആസിഡ് ഫേസ് സിറമാണ് കേട്ടോ. ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഇതൊരു വാസലിൻ്റെ പരസ്യമായി കാണണ്ട, എന്നാലും ഈ ഒരു ജെല്ലിയും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ലിപ്സ്റ്റിക്സിൽ ഈ ഒരു മാർസിൻ്റെ ഒരു സെറ്റിൽ വരുന്നതിനകത്ത് വരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഹോട്ട് സ്പോട്ടെന്നോ മറ്റോ ആണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. 04 ബ്രൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോക്സിൽ വരുന്നതാണ്. പിന്നെ ഇതാ ഈ ഒരു ഷുഗർ പോപ്പിൻ്റെ 09 മൾബറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്, അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. ഡീപ്പ് ഡസ്കി സ്കിൻ ടോണർക്ക് സൂപ്പറായിട്ടുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ വരുന്നത് സിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ് ക്രയോൺ ആണ്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ രണ്ടും ഇല്ലേ, ഈ ഒരു ഞാൻ ആദ്യം ഫസ്റ്റ് കാണിച്ച ആ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ലിപ്പ് ലൈനേഴ്സിൽ ഇതാ ഈ രണ്ടെണ്ണം സ്വിസ് ബ്യൂട്ടിയുടെയാണ്. ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡും ഒരു ബർഗണ്ടി ഷെയ്ഡും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇത് ഞാൻ ലിപ്പിൽ ഫുൾ ഫില്ല് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടാണ്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഒരു ബർഗണ്ടി ഷെയ്ഡ് വാങ്ങിച്ചതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് ഈ ഒരു ഫേസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വാഷ് ഔട്ടായി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.